ഹായ് ഫ്രണ്ട്സ്, ലേൺ സിമ്പിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിശ്രിതത്തിൽ നിന്ന് അതിൻ്റെ കോമ്പോണൻറ്റ്സ് വേർതിരിച്ചെടുക്കാനായിട്ട് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സെൻട്രിഫ്യൂഗർ. അതിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു നട്ടിൽ ഒരു നൂല് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിനെ കറക്കി കാണിക്കാം. ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഒരു നൂല് വഴി ഈ നട്ടിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നൂല് നട്ടിനെ സെൻറ്ററിലേക്ക് വലിക്കുന്നു. ആ ബലത്തെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് പറയുക. അതേസമയം തന്നെ ഈ നട്ട് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൂലിൽ നിന്ന് അങ്ങോട്ടൊരു ബലവും കൂടി പ്രയോഗിക്കുന്നുണ്ട്. അതിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എന്തെങ്കിലും മിശ്രിതം എടുത്ത് അതിങ്ങനെ കറക്കാൻ നേരത്ത് അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിളിൽ ഇതേ ബലം തന്നെ അനുഭവപ്പെടും. ഈ നട്ടിൽ അനുഭവപ്പെട്ട പോലെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ നട്ടിൽ നമ്മളൊരു നൂല് കെട്ടിയിരിക്കുന്നതുകൊണ്ട് അതിന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ദൂരേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ പാർട്ടിക്കിൾ അങ്ങനെയല്ല, അത് വെള്ളത്തിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് സെൻറ്ററിൽ നിന്ന് ദൂരെ അകലേക്ക് പോകും. അങ്ങനെ അവസാനം ആ പാത്രത്തിൻ്റെ അടിഭാഗം വരെ അത് പോകും, അവിടെ ചെന്ന് തങ്ങിക്കിടക്കും. അങ്ങനെ കുറേ നേരം കറക്കി കഴിയുമ്പോൾ ഡെൻസിറ്റി അനുസരിച്ച് അതിനകത്തുള്ള കമ്പോണൻറ്റ്സ് എല്ലാം മേൾക്ക് മേളിലായിട്ട് അടിഞ്ഞു വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ മോഡലുണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബാറ്ററി, ചെറിയ ഒരു DC മോട്ടർ, പിന്നെ പേനയുടെ ഒരു ഒഴിഞ്ഞ റീഫിൽ, പിന്നെ 2 ചെറിയ ചില്ല് കുപ്പികൾ, പിന്നെ അതുപോലെ തന്നെയുള്ളൊരു കുപ്പിയുടെ ഒരു ചെറിയ അടപ്പ്, ഒരു PVC പൈപ്പ്, ഏകദേശം ഇത്രയും നീളമുള്ള ഒരു PVC പൈപ്പ്. ഇതുകൂടാതെ 2 കമ്പി കഷ്ണങ്ങളോട് ആവശ്യമുണ്ട്. ഒരെണ്ണം വലുതും പിന്നെ ഒരെണ്ണം ചെറുതും. ആദ്യം തന്നെ ആ വലിയ കമ്പി എടുത്ത് അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ 2 സൈഡും വളച്ചെടുക്കണം. ഒരു കൊളുത്ത് പോലെ വളച്ചെടുക്കണം. 2 സൈഡിലും ഒരേപോലത്തെ കൊളുത്ത് കിട്ടാനായിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഏതെങ്കിലും ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 2 സൈഡിൽ നിന്നും 1.5 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സൈഡിലും അത് മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഏതെങ്കിലും ഒരു സൈഡ് മാത്രം വളച്ച് വെക്കുക. ബാക്കി ഞാൻ പിന്നെ പറയാം. ഇനി ആ പേനയുടെ ഒഴിഞ്ഞ റീഫിൽ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ എക്സ്ട്രാ എടുത്ത കുപ്പിയുടെ അടപ്പും കൂടി എടുക്കുക. എന്നിട്ട് രണ്ടിലും ഒരേ ലെങ്തിൽ ഒരു അടയാളം ഇടണം. അതിനായിട്ട് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഒരു അടയാളം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഇട്ട അടയാളത്തിൽ കൂടെ നമുക്കൊരു ഹോൾ ഇടണം. ഞാനിവിടെ രണ്ടിലും ഹോൾ ഇട്ടിട്ടുണ്ട്. അടപ്പിൽ ഓപ്പോസിറ്റ് സൈഡിൽ 2 ഹോളും അതുപോലെ തന്നെ റീഫില്ലറിനും 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു സൈഡ് വളച്ചു വെച്ചിരിക്കുന്ന ആ കമ്പി എടുത്തിട്ട് ഇനി കാണിക്കുന്നത് പോലെ ആദ്യം അടപ്പിൻ്റെ ഒരു ഹോളിലൂടെ കയറ്റുക. അത് കഴിഞ്ഞ് റീഫില്ലർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് റീഫില്ലറിൻ്റെ 2 ഹോളിൽ കൂടെ കയറ്റുക. എന്നിട്ട് അടപ്പിൻ്റെ നേരെ അടുത്ത ഹോളിൽ കൂടെ കയറ്റി പുറത്തെത്തിക്കുക. ഇനി ആദ്യത്തെ സൈഡ് വളച്ചതുപോലെ തന്നെ കമ്പിയുടെ 2ാമത്തെ സൈഡും വളച്ച് കൊളുത്തുപോലെ ആക്കണം. കമ്പിയുടെ 2ാമത്തെ സൈഡും ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അടപ്പും റീഫില്ലും കമ്പിയുടെ ഏകദേശം നടുഭാഗത്താക്കി വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടപ്പിൻ്റെ ഉൾവശത്ത് വരുന്ന റീഫില്ലും കമ്പിയിലും ഒക്കെ പശ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ ഒരു ചെറിയ കമ്പി കൂടെ എടുക്കാൻ പറഞ്ഞായിരുന്നല്ലോ, അതെന്തിനാണെന്ന് നോക്കാം. വലിയ കമ്പിയിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ഒരേപോലുള്ള ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞ് ഇതും അതുപോലെ തന്നെ വളച്ചെടുക്കണം. ഞാൻ അതിൻ്റെ 2 സൈഡും വളച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു മാർക്ക് കൂടെ ചെയ്യണം. ഇവിടെ കൂടെ ഇത് മുറിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യാനുള്ളതാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ചില്ലൂപ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ 2ൻ്റെയും അടപ്പ് ഊരിയെടുക്കുക. അതിൻ്റെ 2ൻ്റെയും അടപ്പ് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കൊളുത്ത് ആ അടപ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ളതാണ്. വെറുതെ ഒട്ടിച്ചാൽ ഇരിക്കത്തില്ല. അതിന് പകരമായിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ദ്വാരമുണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഞാൻ അടപ്പിൻ്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കൊളുത്ത് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് പശ തേച്ചൊട്ടിച്ചു കൊടുക്കാം. 2 അടപ്പിൻ്റെയും പുറത്തും അകത്തും ഒക്കെ നല്ലപോലെ പശ തേച്ചൊട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ ഒട്ടിച്ചില്ലെങ്കിൽ കുപ്പി നമ്മൾ കറക്കുമ്പോൾ ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അകത്തും പുറത്തും ഒക്കെ പശ തേച്ചൊട്ടിക്കുക. ഇനി നേരത്തെ റീഫില്ലൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ച സെറ്റപ്പ് എടുക്കുക. ഇനി അതിൻ്റെ റീഫില്ലർ നീണ്ടു നിൽക്കുന്നുണ്ട്, അത്രയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ച് മുറിച്ച് കളയാം. മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ 2 കുപ്പിയുടെ മുകളിൽ കൊളുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊളുത്തെടുത്ത്
ഇവിടെ കാണുന്ന ഈ 2 കൊളുത്തിലേക്കും കോർത്തിടുക. അടുത്ത കുപ്പിയെടുത്ത് അതുപോലെ തന്നെ കോർത്തിടുക. ഇനി ഇതാണ് നമ്മൾ മോട്ടറിൽ കണക്ട് ചെയ്തിട്ട് കറക്കുന്നത്. ഇനി നമുക്ക് ആ മോട്ടർ എടുത്തിട്ട് അതിൻ്റെ 2 ടെർമിനൽസിലേക്കും 2 വയറുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. മോട്ടറിൻ്റെ വയർ 2ഉം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി ആ PVC പൈപ്പ് എടുക്കാം. എന്നിട്ട് വയറിൻ്റെ മറ്റേ അറ്റം PVC പൈപ്പിലൂടെ ഉള്ളിലേക്ക് കയറ്റി വിടുക. അങ്ങനെ കയറ്റി അവസാനം മോട്ടർ എത്തുമ്പോൾ മോട്ടർ അങ്ങോട്ട് ശക്തിയായി കയറ്റി ഉറപ്പിച്ചു വെക്കുക. മോട്ടർ നല്ലപോലെ ഉറപ്പിച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് 2 വയറുകൾ വന്നിട്ടുണ്ടാകും. ഇനി അവിടെ സ്വിച്ചും ബാറ്ററിയും പിടിപ്പിക്കണം. ആദ്യം തന്നെ ബാറ്ററി എടുത്തിട്ട് ബാറ്ററിക്കും 2 വയറുണ്ടാകും. ബാറ്ററിയുടെ ഏതെങ്കിലും ഒരു വയറ് നമ്മുടെ മോട്ടറിൻ്റെ വയറുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുക. ബാക്കിയുള്ള 2 വയറുകൾ നേരിട്ട് കണക്ട് ചെയ്യേണ്ട, അവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്വിച്ച് നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തിട്ട് മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ തന്നെ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ചില്ല് കുപ്പി ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. അതായത് നല്ലപോലെ കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മിശ്രിതം ചേർത്ത് കറക്കി നോക്കാം. അതിനായിട്ട് ഊരിയെടുത്തു. അതുപോലെ തന്നെ ഇതും ഊരിയെടുത്തു. ഇനി നമുക്ക് ഇതിനൊക്കെ മിശ്രിതം നിറക്കാം. നമ്മളതായി ചെളിവെള്ളമാണ് ഇതിലേക്ക് നിറക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെളിവെള്ളം എടുത്ത് കുപ്പിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഞാൻ 2 കുപ്പികളിലും ചെളിവെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേതിലേക്കും പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓണാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കി നോക്കാം. ഇതെല്ലാം അടിഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. കണ്ടത് ഇത്രയും ഭാഗത്ത് അതിനകത്തുള്ള എല്ലാ കമ്പോണൻസും വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. മുകളിലേക്കുള്ളത് വാട്ടർ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പുറത്തും അതുപോലെ തന്നെ. ഇനി ഞാൻ അത് വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചെളിവെള്ളത്തിൽ നിന്ന് ചെളി വേർതിരിച്ചെടുത്ത പോലെ തന്നെ പല മിക്സ്ചറുകളിൽ നിന്നും അതിന്റെ കമ്പോണൻസ് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിതാ കറക്കിയപ്പോൾ വെള്ളത്തിലുണ്ടായിരുന്ന ആ പാർട്ടിക്കിൾസ് സൈഡിലേക്ക് തെറിച്ചു പോയത് മൂലമാണ് അത് അടിഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടിയത്. ഇതേ ഈ തത്വം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പ്, പിന്നെ ബഹിരാകാശ യാത്രികർക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ലാബില് രക്തത്തിൽ നിന്ന് അതിന്റെ കമ്പോണൻസ് വേർതിരിച്ചെടുക്കുന്നത് എല്ലാം ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.